ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻസീസ് കുക്കറി ചാനൽ. നമുക്കിന്നിവിടെ എണ്ണയില്ലാത്ത ഒരു പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക, ചെറിയ ബോൾസുകളാക്കി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കും പോലെ കുഴച്ചെടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ ബോൾസുകൾ ഉണ്ടാക്കി. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതുണ്ട്. ഇവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഉരുട്ടി വെച്ച ഈ ബോൾസിനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. കണ്ടോ, വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ ഈ ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പോകുള്ളൂ. ബോൾസ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ തിളക്കിൽ നിൽക്കുന്നു. ഇനി ഒരു കുറച്ച് നേരം ഇതിൻ്റെ ബോൾസ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിനെ തൊടാൻ പാടില്ല കേട്ടോ. തൊടാതെ ഇങ്ങനെ അനങ്ങാണ്ട് ഇരിക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഇതിനെ നമുക്ക് ജസ്റ്റ് നനക്കി കൊടുക്കാം. അങ്ങനെ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഈ ഉണ്ട നന്നായിട്ട് ബോൾസ് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക്, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. നമുക്ക് ബാക്കി സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ബാക്കി ഇതിൻ്റെ ഫോളോ അപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ ഉണ്ട ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ വേണം. അപ്പോൾ എങ്ങനെയാണിത് എണ്ണയില്ലാതെ രുചികരമായിട്ട് ഉണ്ടാക്കേണ്ടത് നമുക്ക്, അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ തിരികെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരവി ആ തേങ്ങ എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ഈ ബോൾസ് എല്ലാം ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ അത് കണ്ടോ, ഏകദേശം കണ്ടോ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇത് ഉണ്ടോ. അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇളക്കിയാൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിവിടെ കിടന്ന് തിളച്ച് ഒരു 10 മിനിറ്റ് തിളച്ച് വേവുമ്പോഴേക്കും ഈ ഉണ്ട എല്ലാം ഈ ബോൾസ് എല്ലാം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ഇത് എന്തോന്ന്. അപ്പോൾ കണ്ട നമ്മുടെ ബോൾസ് എല്ലാം തേണ്ട അതുപോലെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ബോൾസ് എല്ലാം നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഈ വെള്ളം എല്ലാം ഊറ്റിയെടുത്ത് റെഡിയാക്കാം. കണ്ടോ, ഗോതമ്പാകുമ്പോൾ നല്ല ബലമായിരിക്കും, ഒന്നും അലർന്ന് പോയിട്ടില്ല. വേണ്ട, ഇത് ചൂടുവെള്ളത്തിലും അല്ല കേട്ടോ ഞാൻ കുഴച്ചത്, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ. അത് പച്ചവെള്ളത്തിൽ കുഴച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കും പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇതിനെ മാറ്റാം. ഇനി നമ്മൾ ചെയ്യുന്നത് വേണ്ട, ബോൾസ് എല്ലാം മാറ്റിയിട്ട് പാത്രത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു കുറച്ച് ഷുഗറേ ചെയ്യുന്നുള്ളൂ. പറയാൻ കാരണം നമുക്ക് മധുരം ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെവി പോലെ ഭയങ്കര ഇതായിട്ട് തോന്നും. അപ്പോൾ അതിട്ടു. ഇനി അതിലേക്ക് നമുക്ക് ഒരു പിടി ജീരകം ഇട്ട് കൊടുക്കാം. ഇതായിട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് തേങ്ങ തിരുവീതെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പിടി തേങ്ങ തിരുവീതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, അങ്ങനെ ആവശ്യത്തിന് തേങ്ങ ഇടാം കേട്ടോ. നമ്മുടെ ഈ ബോൾസ് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ ഇളക്കി കൊടുത്തു. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തീ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വേണ്ട, ഈ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒരു 4 മണിക്കുള്ള ഒരു സ്നാക്സുമായി മധുരം ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. മധുരം വേണ്ടാത്തവർക്ക് മധുരം ഇല്ലെങ്കിലും ആ ജീരകവും തേങ്ങയൊക്കെ ഇങ്ങോട്ടും കൂടുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ എണ്ണയില്ലാത്തൊരു പലഹാരം ഡയറ്റിനായിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറിനൊക്കെ യൂസ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാം. കണ്ടോ, കൊള്ളാമോ? അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പാകത്തിന് ഉപ്പൊക്കെ ചേർത്താണ് ഇത് ഞാൻ കുഴച്ചത്. ആ വെള്ളത്തിലും ചെറുതായിട്ട് ഉപ്പൊക്കെ ചേർത്തിരുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീയൊക്കെ ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഓക്കെ, ബൈ.